നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എഡിറ്റർ നൗഫൽ അബ്ദുള്ളയുടെ ആദ്യ ഡയറക്ടോറിയൽ മൂവി. മാത്യു തോമസ്, മീനാക്ഷി ഉണ്ണികൃഷ്ണൻ, ശരത് സഭ, റോഷൻ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തിയിട്ടുള്ള സിനിമ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമ. ഒരു ഹൊററും കോമഡിയും തമ്മിൽ ബ്ലെൻഡ് ചെയ്തൊരു സിനിമ ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവറോൾ തിയേറ്റർ എൻ്റർടൈനർ ആണ് ഈ ഒരു സിനിമ. നമുക്ക് ചിരിക്കാനുണ്ട്, അതുപോലെ തന്നെ പേടിക്കാനുണ്ട്. നമ്മൾ മലയാള സിനിമയിൽ കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ജംപ് സ്കെയർ. കുറേ നാളായിട്ട് കാണുന്നില്ലായിരുന്നു. ആ ഒരു സാധനം നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ ഞാനും എൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ ഒരുപാട് ഞെട്ടുന്നുണ്ടായിരുന്നു. സിനിമയുടെ കഥയിലേക്കോ ഒന്നും ഞാൻ അധികം പോകുന്നില്ല. ഇതിൻ്റെ കഥയെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആയി പോകും. സോ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസ് മാത്യു, മീനാക്ഷി, റോഷൻ, ശരത് സഭ, ബാബു സലീം, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് ആണെങ്കിലും, വിഷ്ണു അഗസ്ത്യ ആണെങ്കിലും, ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാലും, ടെക്നിക്കൽ സൈഡ് നോക്കിയാലും, മ്യൂസിക് സൈഡ് നേഹ നായരും യാക്സിൻ ഗ്യാരി പെരേരയുമാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. സോ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഇവരുടെ ഒരു ഓവറോൾ എഫേർട്ട് സിനിമയുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ നറേഷൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് എത്തിയ മാത്യുവിൻ്റെ കഥാപാത്രം ശ്യാം. ഈ ഒരു ശ്യാമിൻ്റെ പേടിയും ആളെന്തിനാണ് ഇത്ര പേടിക്കുന്നത്, ആൾക്ക് ഇരുട്ടും പ്രേതത്തെയും ഒക്കെ പേടിയാണെന്ന് പറയുന്നുണ്ട്. സോ എന്താണ് ആളുടെ പേടി എന്നുള്ളത് കറക്റ്റായിട്ട് ഓഡിയൻസിലേക്കും എത്തുന്നുണ്ട്. ഈ ഒരു കഥാപാത്രം പേടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഓഡിയൻസും പേടിക്കുന്നുണ്ട്. അവസാനം ഈ ഒരു കഥാപാത്രം ആ പേടിയെ ഓവർകം ചെയ്യുന്നത് കാണുന്നതും അത് പറഞ്ഞു വന്ന ഒരു രീതി വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ വന്നു പോകുന്ന കുറച്ച് കഥാപാത്രങ്ങളാണെങ്കിലും വളരെ കുറച്ച് സ്ക്രീൻ ടൈമിൽ മാത്രമുള്ള ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഓവറോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ വിഷ്വൽ കൊണ്ടും മ്യൂസിക് കൊണ്ടും എല്ലാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സോ വീണ്ടും മലയാളത്തിലൊരു ഹൊറർ എൻ്റർടൈനർ വന്നിരിക്കുകയാണ്. ഹൊറർ മൂവി എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഹൊറർ കോമഡി എൻ്റർടൈനർ ആണ്. സോ മാക്സിമം ആരും ഇത് തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക.